ഭർത്താവിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. തൻ്റെ കുടുംബത്തിനെതിരെ എത്ര മഹാനായിട്ടുള്ളവൻ തെറ്റ് ചെയ്താലും താരയെപ്പോലെ തിരിച്ചു ചോദിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ഭർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാകണം ഭാര്യ. ഭാര്യയുടെ ദുഃഖം ഭർത്താവിൻ്റെ ദുഃഖം, ഭർത്താവിൻ്റെ സുഖം ഭാര്യയുടെ സുഖം. അങ്ങനെയുള്ള ഭാര്യാഭർത്തൃബന്ധം സഹോദര ബന്ധം പോലെ രാമായണത്തിൽ മൂന്നാമത്തെ ഒരു ബന്ധമുണ്ട്. എന്താ അത്? മാതൃപിതൃ പുത്രബന്ധം. മാതാപിതാക്കള് മുകളില്, അവരുടെ മക്കള് ചുവട്ടിൽ. ഈ ബന്ധം എങ്ങനെയുണ്ട്? തിരിച്ചും മറിച്ചു നോക്കുക, നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ദശരഥൻ്റെ പുത്രനായ രാമനോട് ദശരഥൻ നേരിട്ട് കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ല, കൈകേയിയിലൂടെ പറയിപ്പിച്ചു. അത് കേട്ട് രാമൻ പറഞ്ഞു, എൻ്റെ അമ്മ കൈകേയി, എൻ്റെ അച്ഛൻ ദശരഥൻ ഒരിക്കലും അവരുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ തോന്നാത്തത് പറയില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതം ഒരു നിയതിയുണ്ട്. ഞാനിവിടെ രാജ്യത്തിൽ ഭരിക്കേണ്ടവനല്ല, മറ്റൊരു ഉത്തരവാദിത്വം ഏൽക്കേണ്ടവനാണ്, ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് മരവുരി ഉടുത്ത് ഇറങ്ങിയ രാമൻ വിവരിക്കുന്നൊരു വരിയുണ്ട്. എന്താണ്? ഒരു ഉത്തമ പുത്രൻ്റെ ധർമ്മം എന്താണ്? ശരിക്കും കൗസല്യയോട് രാമൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ ഉപദേശം കേൾക്കേണ്ടത് മകനായ എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പം മകനായ രാമൻ, പുത്രനായ രാമൻ പുത്രധർമ്മത്തെക്കുറിച്ച് വിവരിക്കുന്നു. അതാണ് രാമായണത്തിൻ്റെ മഹത്വം. അവനവൻ്റെ ധർമ്മത്തെക്കുറിച്ച് വിവരിക്കുന്നു. സീതയോട് കാട്ടിലേക്ക് വരണ്ട എന്ന് രാമൻ പറഞ്ഞപ്പോൾ ആ വരി കേട്ട സീത ഒരു ധർമ്മപത്നിയുടെ, ഒരു ഭാര്യയുടെ ധർമ്മം രാമനോട് വിവരിച്ച് കേൾപ്പിക്കാം. അപ്പൊ ഭാര്യയായ സീത ഭാര്യാധർമ്മം ഭർത്താവിനെ കേൾപ്പിക്കുന്നു. പുത്രനായ രാമൻ പുത്രധർമ്മം അമ്മയെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. സഹോദരനായ ലക്ഷ്മണനോട് സഹോദരധർമ്മം രാമൻ പറഞ്ഞു കേൾപ്പിക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളോട്, നമ്മുടെ മകനോട് അച്ഛനായ ഞാൻ എൻ്റെ മകനോട് അച്ഛൻ്റെ ധർമ്മം പറഞ്ഞു കൊടുക്കണം. അപ്പോഴാ ശരിക്ക് വിലയുണ്ടാവുക. കാരണം ഞാൻ ജീവിതത്തിൽ അനുഷ്ഠിക്കാത്തത് എനിക്ക് എൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ആണല്ലോ അല്ലേ? അപ്പോൾ സീത ജീവിതത്തിൽ അനുഷ്ഠിക്കാത്തത് ഭാര്യാധർമ്മമായിട്ട് ശ്രീരാമനോട് പറയാൻ സാധിക്കില്ല. ശ്രീരാമൻ ജീവിതത്തിൽ അനുഷ്ഠിക്കാത്തത് പുത്രധർമ്മമായിട്ട് അമ്മയോട് പറയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ സഹോദരധർമ്മം അറിയാവുന്ന രാമൻ സഹോദരനെ പോലെ പെരുമാറുമ്പോഴാണ് സഹോദരധർമ്മം ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മളും വേണം, നമ്മൾ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് വിലയിരുത്തണം. ശരിയായിട്ടുള്ള വഴിക്കാണോ ഒരമ്മ എന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്നത്? അമ്മയുടെ ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടോ കേരളത്തിൽ? അതുകൊണ്ട് ആ കേരളത്തിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒരമ്മയ്ക്കും മക്കളെ ബിടെക് പഠിപ്പിക്കണം, MBBS പഠിപ്പിക്കണം, MD പഠിപ്പിക്കണം, എല്ലാം അറിയാം. ആ മക്കളെ ഗ്രേറ്റ് ആക്കണം എന്നറിയാം, ഗുഡ് ആക്കണം എന്നറിഞ്ഞൂടാ. മക്കളെ ഗ്രേറ്റ് ആക്കണമെന്നറിയാം, ഗുഡ് ആക്കണമെന്നറിഞ്ഞൂടാ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ദിവസം 1/2 മണിക്കൂർ ചെലവാക്കാൻ അമ്മയ്ക്കില്ല. അമ്മ എപ്പോഴും പഠിക്കുക എന്നാ പറയുക. ഞാൻ കോഴിക്കോട് ഒരു അമ്പലത്തിലൊരു പ്രഭാഷണത്തിന് പോയപ്പോൾ ഇങ്ങനെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു സ്ത്രീ ഇടയ്ക്ക് നിന്ന് എഴുന്നേറ്റ് ഉറക്കെ ചോദിച്ചു, ഗോപാലകൃഷ്ണൻ സാറേ, എൻ്റെ മകള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാ, മരുമകനും അവിടുത്തെ പ്രൊഫസറാ. പക്ഷേ 2 എണ്ണവും കൂടി ഒരു സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സായ എന്നെ മാനസിക രോഗിയാണെന്ന് മുദ്ര കുത്തി കുതിരവട്ടം മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ മകളും മരുമകനും പുഴുത്തു മരിച്ചു പോകും സാറേ. അമ്മ ശപിച്ചതാ പബ്ലിക്കായിട്ട്, ഇത്രയും സദസ്സിൻ്റെ മുമ്പിൽ. ഒരു 1/2 മിനിറ്റ് മിണ്ടാതിരുന്നിട്ട് സദസ് ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കുക. ഈ അമ്മ കരഞ്ഞോണ്ടാ പറയണത്, ഞാൻ പറയണ മാതിരിയൊന്നുമല്ല, വളരെ വികാരത്തോടു കൂടിയാ.
ഞാൻ ആ സദസ്സ് ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, അമ്മ വിചാരിച്ചു മകളെ MBBS-ഉം MD-യും പഠിപ്പിക്കുന്നതോടുകൂടി അമ്മയുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന്. ആ മകൾക്ക് മാതൃധർമ്മത്തെക്കുറിച്ചും പുത്രീധർമ്മത്തെക്കുറിച്ചും അമ്മ പഠിപ്പിച്ചില്ല. ചെറുപ്പത്തിലെ അതുകൂടി പഠിപ്പിച്ചിരുന്നെങ്കിൽ അമ്മയെ കുതിരവട്ടം ആശുപത്രിയിൽ ആ സ്ത്രീ മകള് പ്രവേശിപ്പിക്കില്ലായിരുന്നു. അമ്മ ചെയ്യാത്തതിൻ്റെ പരിണത ഫലമാണ് അമ്മ ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത്. അർത്ഥം മനസ്സിലായി? ഈ തിരുവല്ലയിലെ ഒരു സ്ത്രീ, എലിസബത്ത് എന്ന പേര്, അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഗോപാലകൃഷ്ണ, എനിക്ക് 70 കോടി രൂപയുടെ സ്വത്തുണ്ട് തിരുവല്ലയിൽ. എനിക്ക് ഒരു മകനേ ഉള്ളൂ, അവൻ ഹ്യൂസ്റ്റണിലാണ്, അമേരിക്കയിൽ. അവനെ ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു, ഇവിടെ വന്നൂടെ മോനെ, ഈ 70 കോടി രൂപയുടെ സ്വത്ത് ആരനുഭവിക്കാനാ? എനിക്ക് 75 വയസ്സായി, നീ എന്തിനാ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും, നിന്റെ ഭാര്യയ്ക്കും മകൾക്കും ഇവിടെ വന്ന് താമസിച്ചൂടെ എന്ന് ഞാൻ ചോദിച്ചു. ഗോപാലകൃഷ്ണൻ സാറേ, എൻ്റെ മകൻ എന്നോട് പറഞ്ഞ എന്താ അറിയോ? മകൻ പറഞ്ഞു, അമ്മ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ, നീ നിന്റെ കാര്യം നോക്കി പഠിക്ക, നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക, നീ മറ്റുള്ളവരുടെ കാര്യമൊക്കെ അന്വേഷിക്കാൻ പോണ എന്തിനാന്ന് അമ്മ എന്നോട് ചെറുപ്പത്തിൽ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ അത് പഠിച്ച് ജീവിതത്തിൽ പകർത്തി ഇപ്പം ഞാൻ എൻ്റെ കാര്യം നോക്കി ഹ്യൂസ്റ്റണിൽ ജീവിക്കുന്നു, എൻ്റെ ഭാര്യ അവളുടെ കാര്യം നോക്കി ചിക്കാഗോയിൽ ജീവിക്കുന്നു, എൻ്റെ മകള് അവളുടെ കാര്യം നോക്കി ന്യൂയോർക്കിൽ ജീവിക്കുന്നു, ത്രേസ്യാമ്മ അവൾ നിങ്ങളുടെ കാര്യം നോക്കി തിരുവല്ലയിൽ ഇരുന്നോളാൻ. അമ്മ പഠിപ്പിച്ചതിൻ്റെ വ്യാഖ്യാനം പോയ പോക്ക. ശരിക്കും സംഭവിച്ചതാ, ഞാൻ കഥ പറയല്ല. എലിസബത്ത് എന്ന അമ്മ, ഞാൻ ത്രേസ്യാമ്മ എന്നാ ഇപ്പൊ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ വരിയാണ്. ഇപ്പം നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത് നന്മ നിറഞ്ഞ രീതിയിൽ കൊടുത്തുമ്പോൾ മാത്രമേ അതിന് യോഗ്യതയുള്ള അമ്മമാരാവണം. എത്ര പേരാ എന്നെ വിളിക്കണേ അറിയോ? ഇപ്പോൾ മിനിഞ്ഞാന്നൊരു സ്ത്രീ എന്നെ വിളിച്ചു. ചെറുപ്പം മുതൽക്ക് എനിക്കറിയാവുന്ന കുട്ടിയാ, തൃപ്പൂണിത്തുറയിലെ, വളരെ ചെറുപ്പം മുതൽക്ക് അറിയാവുന്നതാ. ഗോപാലകൃഷ്ണ, എന്നെ ഗോപാലകൃഷ്ണ എന്നാ വിളിക്കാം, എൻ്റെ പ്രായമേ ഉള്ളൂ. ഗോപാലകൃഷ്ണൻ അറിയോ, എൻ്റെ ഭർത്താവ് മരിച്ചു. മനസ്സിലായി, എന്താ ചെയ്യാം? അയാൾ മരിച്ചത് ഞങ്ങളുടെ സമ്പാദ്യത്തിലെ 28 ലക്ഷം രൂപയും മുടിപ്പിച്ചിട്ടാ. 28 ലക്ഷം. ഞാൻ ഒന്നും വേണ്ടിയില്ല, കാരണം ഈ സ്ത്രീ വിളിക്കണതിന് മുമ്പ് എൻ്റെ ഭാര്യ വിളിച്ച് എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു സ്ത്രീ നിങ്ങളെ വിളിക്കും, അവർ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കണം, തിരിച്ച് മറുപടി പറയണ്ട. അത്ര വേദനയോടുകൂടി അവർ വിളിക്കുന്നത്. മറിച്ചൊന്നും പറഞ്ഞേക്കരുതെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇവർ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ലിവർ പ്രോബ്ലമായിരുന്നു, എറണാകുളത്തെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു ഇനി കൂടുതൽ ആയുസ്സില്ല, പിന്നെ വേണമെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എത്ര കാലം ഇരിക്കുന്ന അറിഞ്ഞൂടാ. എൻ്റെ ഭർത്താവിന് ഒരേ കടുംപിടുത്തം, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ ഇനി മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എൻ്റെ സമ്പാദ്യത്തിലെ 25 ലക്ഷം രൂപയും ഞങ്ങൾ ചെലവഴിച്ചു. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 3-ാമത്തെ ദിവസം അങ്ങേര് മരിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ സ്വത്തും മുടിപ്പിച്ച് അയാൾ പോയി. എൻ്റെ മകള് ഇന്നയാളുടെ കൂട്ടത്തിൽ പോയി, മകൻ വേറൊരാളുടെ കൂട്ടത്തിൽ പോയി. ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ആ സ്ത്രീ ദേഷ്യത്തോടു കൂടി എന്നോട് ചോദിക്കാം, എന്താടോ ഗോപാലകൃഷ്ണ ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് പറയാനാ, അല്ല ഇനി ഞാൻ എങ്ങനെ ജീവിക്കണം? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഭർത്താവില്ല, ഭർത്താവിൻ്റെ അമ്മയില്ല, എൻ്റെ ജീവിതം ഇനി എന്തിനു കൊള്ളാം? ഒന്നും എനിക്ക് പറയാനില്ല. ഇനി ദുഃഖിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കാം, വേദനിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കാം, വിശക്കുന്നവർക്ക് വേണ്ടി ജീവിക്കാം. ഒത്തിരി കാലമായിട്ട് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ജീവിച്ചത്. മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കണം എന്ന് ഞാൻ നിങ്ങളെ കാണുമ്പോൾ ഒക്കെ പറയാറുണ്ട്. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഗോപാലകൃഷ്ണൻ ഇഷ്ടം മാതിരി സമയമുണ്ട്, അത്ര സമയം എനിക്കില്ല. ഗോപാലകൃഷ്ണൻ ഇഷ്ടം മാതിരി സമയമുണ്ട്, അത്ര സമയം എനിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് തന്നെ പോലെ ഇങ്ങനെ നടക്കാൻ പറ്റില്ല. ഇപ്പം ഇഷ്ടം മാതിരി സമയമില്ലേ,
ഇനിയെങ്കിലും പ്രവർത്തിക്കാം, എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ലോകത്തിന് മാതൃകയാവണം. സാധിക്കും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതിരിക്കുക. എൻ്റെ മുമ്പിലുള്ളവരോടാണ് ഞാൻ പറയുന്നത്. രാമായണത്തിൽ സന്ദേശമെടുത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിന് വേണ്ടി കൂടി ജീവിക്കുക. എങ്ങനെയാണോ ഒരു മകൻ്റെ ധർമ്മം അമ്മയിൽ നിന്ന് പഠിക്കേണ്ടത്, എങ്ങനെയാണോ ഒരമ്മ അമ്മയുടെ ധർമ്മം അവരുടെ അമ്മയിൽ നിന്ന് പഠിക്കേണ്ടത്, എങ്ങനെയാണോ ഒരു ഭർത്താവ് ഭാര്യാബന്ധം നിലനിർത്തേണ്ടത്, അതെല്ലാം രാമായണത്തിലുണ്ട്. അവിടെയാണ് സഹോദര ബന്ധം അത്ര ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സുഹൃത്ത് ബന്ധം നോക്കാം. മന്ദരയും കൈകേയിയും തമ്മിലുള്ള ബന്ധം ഒന്ന് ചിന്തിക്കേണ്ടതാ, നിങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ടതാ. മന്ദര 40 കൊല്ലമായിട്ട് കൈകേയിയുടെ കൂട്ടത്തിലുണ്ട്. മന്ദര 40 കൊല്ലമായിട്ട് കൈകേയിയുടെ കൂട്ടത്തിലുണ്ട്. ഒരിക്കൽ പോലും മന്ദര ദുഷ്ട ഉപദേശം കൊടുത്തിട്ടില്ല കൈകേയിക്ക്, ദുരുപദേശം കൊടുത്തിട്ടില്ല കൈകേയിക്ക്. മന്ദര അത്ര മോശമായിട്ടുള്ള സ്ത്രീയൊന്നും അല്ല. മന്ദരയ്ക്ക് നല്ല ബുദ്ധിയുണ്ട്, അസാധാരണ ബുദ്ധി. ഇന്ദിരാഗാന്ധിയെക്കാളും ബുദ്ധിയുണ്ട്, സോണിയാഗാന്ധിയുടെ അത്ര ഇല്ല. ഏതായാലും നല്ല ബുദ്ധിയുള്ളൊരു സ്ത്രീയാ മന്ദര. ആ മന്ദര ഒരിക്കലേ ദുരുപദേശം കൊടുത്തിട്ടുള്ളൂ, അത് കൈകേയിക്ക്. എന്ത് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന്? നമ്മൾ എന്താ മനസ്സിലാക്കിയത്? എല്ലാ മനുഷ്യനും എക്കാലവും നല്ല രീതിയിൽ മാത്രം പെരുമാറണമെന്ന് നിർബന്ധമില്ല. എല്ലാ മനുഷ്യനും എക്കാലവും നല്ല ഉപദേശങ്ങൾ മാത്രം നൽകണമെന്നും നിർബന്ധമില്ല. മനുഷ്യർ മാറിക്കൊണ്ടേയിരിക്കും. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസം എപ്പോഴും ഒരേപോലെ ഉണ്ടാവണമെന്നില്ല. ആൾക്കാർ മാറിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ പോലും ഒന്നും ദശരഥനോട് ചോദിക്കാത്ത കൈകേയി 2 വരം പിന്നീട് വാങ്ങിച്ചോട്ടെ എന്ന് ചോദിച്ചു. അത് കൈകേയിയിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല. ഒരിക്കൽ പോലും കൈകേയിക്ക് മനസ്സും മാറാത്ത സ്ത്രീയാ. നല്ല ചങ്കൂറ്റമുള്ള കൈകേയിയുടെ മനസ്സ് മന്ദരയുടെ ഉപദേശം കൊണ്ട് മാറി. എന്തു മനസ്സിലാക്കി? എത്ര കഠിന ഹൃദയമുള്ള വ്യക്തിയാണെങ്കിലും അവരെപ്പോഴും നിന്ന സ്ഥലത്ത് ഉറച്ചു നിന്നു എന്ന് വരില്ല. മനസ്സിലായി? എത്ര ഉറച്ച തീരുമാനമെടുക്കുന്ന വ്യക്തിയാണെങ്കിലും എപ്പോഴും നിന്ന സ്ഥലത്ത് ഉറച്ചു നിന്നു എന്ന് വരില്ല. മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് അടിപതറിപ്പോയി എന്ന് വരും. നല്ല ഉപദേശം നൽകുന്ന വ്യക്തികൾ എപ്പോഴും നല്ല ഉപദേശങ്ങൾ നൽകണമെന്നില്ല. ചിലപ്പോൾ സ്വാർത്ഥത പരമകാഷ്ഠയിലെത്തുമ്പോൾ ആ മന്ദരയുടെ ഉപദേശം നിങ്ങളൊന്ന് കേൾക്കണം. ശരിക്കു പറഞ്ഞാൽ രാമായണം ഉണ്ടാക്കിയത് വാൽമീകിയല്ല. വാൽമീകി രാമായണം എഴുതി, മന്ദര രാമായണം ഉണ്ടാക്കി. ഇതാണ് കറക്റ്റ്. ശരിക്കും വേദവ്യാസൻ മഹാഭാരതം എഴുതി, ശകുനി മഹാഭാരതം ഉണ്ടാക്കി. ശകുനിയാ മഹാഭാരതം ഉണ്ടാക്കിയത്. അതിന് പരീക്ഷിത്ത് മഹാരാജാവ് ചത്ത പാമ്പിനെ കഴുത്തിലിട്ടതാ ഭാഗവതമായി തീർന്നത്. കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ തളർന്നതാണ് ഭഗവത്ഗീതയായിട്ട് മാറിയത്. അല്ലേ? താജ് ഹോട്ടലിൽ 157 പേരെ ഈ ടെററിസ്റ്റുകൾ കൊന്നതാണ് ഒബാമയെ അവിടെ കൊണ്ട് താമസിപ്പിച്ചത്. അർത്ഥം മനസ്സിലായി? അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മന്ദരയുടെ ഉപദേശം എന്താ അറിയും? ലോകത്തിലെ നല്ല മാനേജർമാരെ എങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്നുള്ളത് മന്ദരയെ കണ്ടുപഠിക്കണം. പക്ഷെ നിങ്ങൾ മന്ദര ആവരുത്, കണ്ടുപഠിക്കണം. എന്താ അറിയോ? കൈകേയിയെക്കുറിച്ച് ഒന്നും പ്രസന്റ് ടെൻസിൽ പറഞ്ഞില്ല. പ്രസന്റ് ടെൻസിൽ മന്ദര പറഞ്ഞേയില്ല. ഒക്കെ ഫ്യൂച്ചർ ടെൻസിലാണ് പറഞ്ഞത്, ഭാവി കാലം. കൈകേയി, നിന്റെ മകൻ രാമൻ്റെ അനിയനായിട്ടിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. രാമൻ രാജാവാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. രാമനോട് നിനക്കുള്ള ഭക്തി എനിക്കറിയാം. അത്രയും ഭക്തിയുള്ള രാമൻ രാജാവായാൽ ഈ കൗസല്യയെക്കാളും സന്തോഷിക്കുന്നത് നീയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പക്ഷേയാണ്
മഹാഭാരതവും രാമായണമൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഭാവിയിൽ രാജമാതാവായ കൗസല്യയുടെ ദാസിയെ പോലെ നീ കഴിയേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് താങ്ങാൻ വയ്യാട്ടോ. ഇന്നസെന്റ് പറഞ്ഞ ഭാവിയിൽ രാജമാതാവായ കൗസല്യയുടെ ദാസിയെ പോലെ നീ കഴിയേണ്ടി വരുമല്ലോ. ഭാവിയിൽ രാജാവായ രാമൻ്റെ ദാസനെ പോലെ നിന്റെ മകൻ ഭരതൻ കഴിയേണ്ടി വരുമല്ലോ. ആ രാമൻ്റെ ഇംഗിതത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കേണ്ടി വരുമല്ലോ. നിങ്ങളോട് രാമൻ പുറത്തേക്ക് പോകാൻ പറഞ്ഞാൽ പോവേണ്ടി വരില്ലേ? രാമൻ്റെ ഭാര്യ സീത നിങ്ങളോട് എങ്ങനെയാ പെരുമാറുക എന്നുള്ളത് എങ്ങനെയാ നമുക്കറിയാൻ സാധിക്കുക? ആ ദുരിതം ഇപ്പൊ വിളിച്ചു വരുത്തണോ? 2 വരം കിട്ടിയിട്ടില്ലേ കുട്ടി? അത് ഉപയോഗിച്ചൂടെ? മാത്രല്ല, ഈ നിന്റെ മകൻ രാജാവായാൽ 14 വർഷം രാമൻ കാട്ടിപ്പോയാൽ 13 വർഷമാണ് കൈവശാവകാശം. പിന്നെ തിരിച്ചു വന്നാലും കൊടുക്കണ്ട. മന്ദരയുടെ ബുദ്ധി പോയി നോക്കുക. 14 വർഷം കൈവശാവകാശം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ആ കൈവശാവകാശം 13 വർഷം കഴിഞ്ഞ് 14 വർഷം ഭരിച്ചു കഴിഞ്ഞ രാമൻ തിരിച്ചു വരുമ്പോൾ ഭരതന് വേണമെങ്കിൽ തരില്ല പറയാം. നിയമവ്യവസ്ഥിതി അനുസരിച്ച് രാജ്യം രാമന് കൊടുക്കേണ്ട ഉത്തരവാദിത്വമില്ല. ഇത് തന്നെയാ ഭരദ്വാജ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ഭരദ്വാജ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്ന രാമൻ ആദ്യം പറഞ്ഞത് ഭരതനെ ഇങ്ങോട്ട് വിളിക്കാനാണ്. ആദ്യം പറഞ്ഞത് ഭരതനെ വിളിക്കാനാ. എന്തിനറിയോ? അങ്ങോട്ട് കയറി ചെന്നാൽ ഇറങ്ങാൻ പറഞ്ഞാലോ? അങ്ങോട്ട് കയറി ചെന്നാൽ ഇറങ്ങാൻ പറയാൻ അർഹതയുണ്ട് ഭരതന്. കാരണം എന്താ? കൈവശാവകാശം. ഞാൻ ഇല്ലാത്ത കഥയുണ്ടാക്കി പറയല്ല. ധർമ്മശാസ്ത്രം ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ഒരാളെ ധർമ്മശാസ്ത്രം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ തന്നെയാണ്. ആ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകം അവിടെ ഉണ്ട്. ആ ധർമ്മശാസ്ത്രത്തിലെ 100 അധ്യായവും പഠിച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് പ്രകാരം 13 വർഷമാണ് കൈവശാവകാശം. രാജ്യത്തിൻ്റെ പോലും. അതുകൊണ്ട് ഭരതനെ വിളിപ്പിച്ചു. എന്തിനാണ്? ഭരതൻ രാജ്യഭാരം തിരിച്ച് രാമനെ ഏൽപ്പിക്കാൻ സന്നദ്ധനാണോ എന്നറിയാൻ. അല്ലെങ്കിൽ തിരിച്ച് കാട്ടിലേക്ക് പോകണം രാമൻ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്നുള്ള പ്രശ്നമൊന്നും അവിടെ ഇല്ല. അപ്പോൾ ആ മന്ദരയുടെ ഉപദേശം 2 ഉപദേശം. അപ്പം കൂനിയാണ്, മന്ദരയാണ്, ശരിയല്ല എന്ന പദപ്രയോഗം ഒന്നും മന്ദരയ്ക്ക് ചേർന്നതല്ല. നല്ല ബുദ്ധിമതിയാ. പണ്ടത്തെ ദേവസ്വം മന്ത്രിയെക്കാളും കപ്പാസിറ്റി ഉള്ള പാർട്ടിയാണ്. ശരിക്ക് കപ്പാസിറ്റി ഉള്ള പാർട്ടിയാ. അങ്ങനെയുള്ള മന്ദര രാമായണത്തിന് ജന്മം നൽകി. അപ്പൊ സുഹൃത്ത് ബന്ധം ബുദ്ധിപരമായി ഉപയോഗിച്ച് സുഹൃത്തിന് ഏറ്റവും ഉന്നതമായ പദവി കൊടുക്കാൻ മന്ദരയ്ക്ക് സാധിച്ചു. പക്ഷേ ധർമ്മശാസ്ത്രത്തിനെതിരായി പോയി സംഭവിച്ചത്. അതിൻ്റെ പരിണത ഫലം തൻ്റെ സുഹൃത്തിന് എന്നത്തേക്കുമായി ഭർത്താവിനെ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, മകൻ അമ്മയെ തിരിഞ്ഞു നോക്കാത്ത വിധത്തിൽ അമ്മയോട് ദേഷ്യം വരുന്ന ഭരതനായി തീർന്നു. പിന്നീട് വിലപിക്കേണ്ടി വന്നു. അപ്പോൾ ഭാവിയുടെ നന്മ തിന്മകൾ വിവരിച്ചറിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് കൂടി വിവരിക്കാൻ മന്ദരയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് കൈകേയിയുടെ മനസ്സ് മാറ്റാൻ സാധിച്ചുവെങ്കിലും സ്ഥിരമായിട്ട് സാധിച്ചില്ല. പിന്നെ മറ്റൊരു സുഹൃത്ത് ബന്ധാണ്. ദശരഥൻ്റെ രാജഗുരുവാണ് വസിഷ്ഠൻ. രാമൻ്റെ രാജഗുരുവാണ് വസിഷ്ഠൻ. രാമൻ പണ്ട് 11ാമത്തെ വയസ്സിൽ താൻ രാജാവാകാൻ സന്നദ്ധനല്ല എന്ന് പറയുന്ന കാലത്ത് ആ രാമനെ രാജാവാക്കാൻ, യുവരാജാവാക്കാൻ വേണ്ടി ദശരഥൻ വസിഷ്ഠനെയാ വിളിച്ചത്. വസിഷ്ഠനെ വിളിച്ച് ദശരഥൻ വസിഷ്ഠനോട് പറഞ്ഞു, എൻ്റെ മകനെ നല്ല രീതിയിൽ ഉപദേശിക്കണം. അവൻ നല്ല ഒരു യുവരാജാവായിട്ട് അധികാരം ഏറ്റെടുക്കാൻ സന്നദ്ധനാകുന്നത് വരെ രാമനെ ഉപദേശിക്കാം. അപ്പൊ ശരിക്ക് രാമന് ഈ വസിഷ്ഠൻ പിതൃതുല്യനാണ്, ആചാരതുല്യനാണ്, ഗുരുതുല്യനാണ്, എല്ലാമാണ് രാമന്. ഈ വസിഷ്ഠൻ
യോഗവാസിഷ്ടം എന്ന 32,000 സൂത്രങ്ങൾ ശ്ലോകങ്ങളിലൂടെ രാമനെ ഉപദേശിച്ച ആ ഗുരു രാമനോട് പറഞ്ഞു, നിനക്കർഹതപ്പെട്ടതാണ് രാജ്യഭാരം. നിന്റെ അച്ഛന് വാർദ്ധക്യ സഹജമായ മറവി കൊണ്ടാണ് ഒരു പക്ഷേ നിന്നോട് കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. അത് നിന്റെ അച്ഛൻ നിന്നോട് നേരിട്ട് പറഞ്ഞിട്ടുമില്ല, ദുഷ്ടസ്വഭാവമുള്ള കൈകേയിലൂടെയാണ് പറയിച്ചത്. അതുകൊണ്ട് ധർമ്മശാസ്ത്ര പ്രകാരം, ധർമ്മശാസ്ത്രം എഴുതിയ ആളാണ് വസിഷ്ഠൻ, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തേ ഉള്ളൂ, അങ്ങനെ എഴുതിയ പാർട്ടിയാ. ധർമ്മശാസ്ത്രം എഴുതിയ പ്രകാരമുള്ള വസിഷ്ഠൻ രാമനോട് പറഞ്ഞു, നീ കാട്ടിലേക്ക് പോവേണ്ട ആവശ്യമില്ല, നീ രാജ്യഭാരം ഏറ്റെടുക്കാം. രാമൻ ആ വസിഷ്ഠൻ പറഞ്ഞ വാക്ക് കേട്ടതല്ലാതെ പ്രതികരിച്ചില്ല. എന്തു മനസ്സിലാക്കി ഞാനും നിങ്ങളും? ഈ ലോകത്തിൽ ആരെല്ലാം നിങ്ങളെ ഉപദേശിച്ചാലും ഏതെല്ലാം തരത്തിലുള്ള മാർഗനിർദ്ദേശം നിങ്ങൾക്ക് നൽകിയാലും നിങ്ങൾ ശരി എന്ന് തോന്നുന്നതേ നിങ്ങൾ ചെയ്യാവൂ. അർത്ഥം മനസ്സിലായി? മറ്റുള്ളവർ ഉപദേശിച്ചു എന്ന കാരണത്തിൽ എത്ര പ്രഗത്ഭനായ വ്യക്തി ഉപദേശിച്ചാലും നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നതേ നിങ്ങൾ ചെയ്യാം. അതാ രാമൻ ചെയ്തത്. അതുകൊണ്ടാ രാമൻ്റെ അവതാരത്തിന് ഇത്രയും പ്രാധാന്യം വന്നത്. നേരെ മറിച്ച് രാമൻ ഈ വസിഷ്ഠൻ പറഞ്ഞതുപോലെ അയോധ്യ സിംഹാസനത്തിൽ ഇരുന്നു എന്ന് വിചാരിക്കുക. വെറുതെ വിചാരിക്കാൻ വലിയ ചിലവൊന്നുമില്ലല്ലോ, കാപ്പി കുടിച്ച് കഴിഞ്ഞില്ലേ, അപ്പോൾ വലിയ ചിലവൊന്നുമില്ല. വിചാരിച്ചു രാജാവാൻ. 1 വർഷം കഴിയുമ്പോൾ എന്താണ്? രാമൻ്റെ മന്ത്രിസഭയുടെ 1-ാം വാർഷികം കഴിഞ്ഞു. 5 വർഷം കഴിയുമ്പോൾ 5-ാം വർഷം കഴിഞ്ഞു. 25 വർഷം കഴിയുമ്പോൾ അന്ന് ഇലക്ഷൻ ഇല്ല. ഈ ശെൽവരാജിനെ പോലെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ 25 വർഷം കഴിയുമ്പോൾ രാമൻ്റെ മന്ത്രിസഭയുടെ സിൽവർ ജൂബിലി, 50 വർഷം കഴിയുമ്പോൾ ഗോൾഡൻ ജൂബിലി, 75 വർഷം കഴിയുമ്പോൾ പ്ലാറ്റിനോ അലൂമിനിയോ സിങ്കോ എന്തൊരു സാധനം ഉണ്ട് ആ ജൂബിലി. 90 വയസ്സാവുമ്പോൾ നല്ല ആരോഗ്യമുള്ള രാമനാ, 90-95 വയസ്സ് വരെ ഇരിക്കുന്ന അങ്ങോട്ട് വിചാരിക്കാം. 90 വയസ്സ് കഴിയുമ്പോൾ മാതൃഭൂമിയുടെ 8-ാമത്തെ പേജിൽ വരും, വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ശ്രീരാമൻ ഇഹലോകവാസം വെടിഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് എഴുതിയാൽ രാമായണം എത്ര പേജ് ഉണ്ടാവും? ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് എഴുതിയാൽ കൂടി വന്ന രാമായണം 10 പേജ് ഉണ്ടാവും, അല്ലെങ്കിൽ 15 പേജ് ഉണ്ടാവും. അപ്പം രാമനെ കാട്ടിലേക്ക് അയച്ച് 24,000 ശ്ലോകങ്ങളുള്ള രാമായണം ആ വാൽമീകിയുടെ മുമ്പിൽ ഒരു പക്ഷി പെടഞ്ഞ് വീണ് ചത്തത് കണ്ട് എഴുതിക്കാൻ കാരണമായതാരാണ്? രാമൻ തൻ്റെ തീരുമാനപ്രകാരം കാട്ടിലേക്ക് പോയത്. മന്ദര രാമനെ കാട്ടിലേക്ക് അയക്കണമെന്ന് പറഞ്ഞത്, ഭരതനെ 14 വർഷം രാജാവാക്കണമെന്ന് പറഞ്ഞത്. അപ്പം രാമായണം ഇന്നുണ്ട്, മന്ദരയില്ല, വാൽമീകിയില്ല, ദശരഥനില്ല, ഇന്ന് ലക്ഷ്മണനില്ല, രാവണനില്ല, കൈകേയില്ല, ആരുമില്ല. രാമായണമുണ്ട്. ആ രാമായണം നമുക്കിന്നും മാർഗദർശകമാണ്. അങ്ങനെ ഒന്ന് രാമായണത്തിനെ നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. എന്താ കാരണം? നമ്മൾ രാമൻ്റെ പടം വെച്ച് രാമ രാമ ശ്രീതാപതേ രാമ ദശരഥ രാമ എൻ്റെ പാപം നീ ഏറ്റെടുക്കണേ രാമ എന്ന് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കണമായില്ല. അല്ലയോ കർത്താവേ എൻ്റെ പാപം ഏറ്റെടുക്കണേ. കർത്താവ് ഏറ്റെടുത്ത പാപം കൊണ്ട് അവിടെ തൂങ്ങിക്കിടക്കണേ, ഇനി എൻ്റെ കൂടി അങ്ങേരുടെ തലയിൽ. അതുകൊണ്ടാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പാപികളെ എന്ന് വിളിക്കണത്. എന്നാലോചിച്ച് നോക്കുക, നമ്മുടെ പാപം ഏറ്റെടുക്കുക ആരെങ്കിലും ഒരാൾ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഊണ് കഴിച്ചാൽ മതിയോ? വിശപ്പ് ട്രാൻസ്ഫറബിൾ ആണോ? ദാഹം ട്രാൻസ്ഫറബിൾ ആണോ? KSRTC ടിക്കറ്റ് ട്രാൻസ്ഫറബിൾ ആണോ? ഒന്നും ട്രാൻസ്ഫറബിൾ അല്ലാത്തപ്പോൾ പാപം ട്രാൻസ്ഫറബിൾ ആവണമെങ്കിൽ എന്തൊരു മണ്ടത്തര. നമ്മളും അതാ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്തോ സംസർഗദോഷം കൊണ്ട് അമ്പലത്തിൽ ചെന്ന് അവിടെ പോയിട്ട് നമ്മൾ പറയും 5 ലിറ്റർ പാൽപ്പായസം. എന്തിനാ? എൻ്റെ പാപം തീരാൻ. എൻ്റെ പാപം തീർക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്ക് 5 ലിറ്റർ പാൽപ്പായസം തന്നെത്താനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയണ്ടേ? നമ്മൾ അതറിയാതെ അങ്ങേരുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ചിലവിൽ, അതിന് പകരം നമ്മുടെ പാപം അങ്ങേർക്ക്. ഇങ്ങനെയാ
നമ്മൾ ഇതെന്തിനാ പറഞ്ഞത്? പാൽപ്പായസം നിവേദിക്കുന്നത് തെറ്റല്ല, അത് വേണം. പഞ്ചമഹായജ്ഞത്തിൻ്റെ ഭാഗം. അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണം, പഞ്ചമഹായജ്ഞത്തിൻ്റെ ഭാഗം. നമ്മുടെ ക്ഷേത്ര ദർശനം എല്ലാ ദിവസവും നടത്തണം. ഞാനിപ്പോൾ നടത്താറുണ്ട്, അതിൻ്റെ വ്യത്യാസം എനിക്കറിയാം. എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. രാവിലെ യൂട്യൂബിലേക്കുള്ളതെല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരെ അമ്പലത്തിൽ പോയിട്ട് വരും. എന്തൊരു വ്യത്യാസം എൻ്റെ ജീവിതത്തിലറിയോ? ഒരു നാണയം ഭണ്ഡാരത്തിലിട്ട് അവിടുത്തെ മഞ്ഞൾപ്പൊടി നെറ്റിയിൽ ചാർത്തി ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഐ ഫീൽ എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് പേഴ്സൺ മൈസെൽഫ്. നിങ്ങളും അത് പ്രാവർത്തികമാക്കണം. ഒരു 15-20 മിനിറ്റോ അതിനുവേണ്ടി മാറ്റി വെക്കണം. ജീവിതം തന്നെ എന്ത് മാറ്റാൻ വരുന്ന അടുക്കും ചിട്ടയും ഉള്ളതായിട്ട് തീരും. വഴിപാടിന് കൊടുക്കണം. ക്ഷേത്രങ്ങൾ ഉയരണം, വളരണം. ഞാൻ പലരോടും പറയാറുണ്ട്, ആ ഗുരുവായൂരിലും അതേപോലെ ഇവിടെയൊക്കെ ശബരിമലയിലൊക്കെ ചെന്ന് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടൊക്കെ ഇടുമ്പോൾ ആലോചിച്ച് നോക്കുക, 98% കള്ളന്മാരാണ് അവിടെ ഉള്ളത്. അത് കൈയിട്ട് വരുന്നവർ തന്നെയാണ്. മാനനഷ്ട കേസ് കൊടുത്താൽ ഞാൻ അഡ്വക്കേറ്റിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാ കക്കണേ വാരണേ എന്നുള്ളതിനൊരു കണക്കില്ല. കാരണം അകത്തേക്ക് വരുന്ന പൈസയ്ക്ക് കണക്കില്ലല്ലോ. അപ്പോൾ പിന്നെ എവിടെ ഇത് എഴുതുക കണക്ക്? 500-ൻ്റെ 2 നോട്ട്, 1000-ൻ്റെ 2 നോട്ട് മാറിയാൽ. അപ്പോൾ അവിടെ നിങ്ങൾ പോയിട്ട് ഭംഗിയായിട്ട് തൊഴുക, എന്നിട്ട് 10 രൂപ ഭണ്ഡാരത്തിലിടുക, ബാക്കി കാശ് ഇവിടുത്തെ അമ്പലത്തിലിടുക. കാരണം ഇവിടെ മഹാദേവ മണ്ഡപമൊക്കെ വരികയാണ്. പുറത്ത് എഴുതിയിരിക്കണ പേര് വേറെ കേട്ടോ. അപ്പോൾ ആ മഹാദേവ മണ്ഡപമൊക്കെ നന്നാക്കാൻ ഈ എമൗണ്ടൊക്കെ ഇവിടെ കൊടുക്കാം. ഏതെങ്കിലും ചെറിയ അമ്പലം വിപുലീകരിക്കുകയാണെങ്കിൽ ഗുരുവായൂരിലിടുന്ന പൈസ അവിടെ ഇടുക, അത് നന്നായി വരട്ടെ. അത് നിങ്ങൾക്ക് സാധിക്കണം. ധന്യമായ രീതിയിൽ രാമായണം കർക്കിടക മാസത്തിൽ വായിക്കുമ്പോൾ രാമൻ ജീവിച്ചത് എങ്ങനെ, ആ രാമനാവാൻ ശ്രമിക്കരുത്. രാമൻ ജീവിച്ച നന്മകൾ നമ്മളിലേക്ക് പകർത്താൻ ശ്രമിക്കണം. രാമനാവാൻ ശ്രമിച്ചാൽ വിജയിക്കില്ല. അർത്ഥം മനസ്സിലായി? ലക്ഷ്മണനാവാൻ ശ്രമിക്കരുത്. ലക്ഷ്മണൻ്റെ നന്മകൾ നമുക്കെടുക്കാം. രാമനും സീതയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നന്മകൾ നമ്മളെടുക്കാം. അവർ ജീവിതത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ശരിക്കും സീതാദേവിയെ നമുക്ക് എല്ലാവർക്കും സ്നേഹമാണ്, ബഹുമാനാണ് അല്ലേ? സീതാദേവി എന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ അവതാരമാണ്. ലക്ഷ്മണനെ സീത പറഞ്ഞ വരി നിങ്ങൾക്കറിയോ? ലക്ഷ്മണൻ്റെ അടുത്ത് സീത പറഞ്ഞു, ഹാ ലക്ഷ്മണ, സീത എന്ന് പറഞ്ഞ് വിളി കേൾക്കുന്നത് എൻ്റെ ഭർത്താവായ രാമൻ്റെ ദീനരോദനമാണ്. ലക്ഷ്മണ, നീ ചെന്ന് എൻ്റെ ഭർത്താവ് രാമൻ എന്താ പറ്റിയതെന്ന് അന്വേഷിക്കണം. ആ ലക്ഷ്മണൻ സീതയോട് പറഞ്ഞു, മാതേ, ശ്രീരാമൻ ഒന്നും സംഭവിക്കില്ല. വീരശൂര പരാക്രമിയായ രാക്ഷസന്മാരെ പോലും വെല്ലാൻ കഴിവുള്ള ശ്രീരാമന് ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ വാക്ക് തരുന്നു. എൻ്റെ സംരക്ഷണയിൽ അവിടത്തെ വിട്ടിട്ടാണ് രാമൻ പോയത്. രാമൻ തിരിച്ചു വരും. അപ്പോൾ സീത പറഞ്ഞ വരി എന്താ അറിയോ? ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നു, ഭരതനും നിനക്കും എൻ്റെ ശരീരത്തിൽ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ഒരു വരി മാത്രം നിങ്ങളോട് പറയുന്നു, എന്നെങ്കിലും എൻ്റെ രാമൻ ഇഹലോകവാസം വെടിഞ്ഞാൽ അന്ന് ഈ ശരീരത്തിൽ ആത്മാവുണ്ടാവില്ല. മലപ്രദേശത്ത് കിട്ടുന്ന വിഷം കൊണ്ടോ വെള്ളത്തിൽ ചാടിയോ അഗ്നിയിൽ ചാടിയോ അല്ലെങ്കിൽ ഒരു മുഴം കയറുകൊണ്ടോ ഈ ശരീരത്തിലെ ആത്മാവിനെ ഈ ശരീരത്തിൽ നിന്ന് വിടുവിച്ച് നിങ്ങൾ ഈ ശരീരത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശവമായിട്ടുള്ളതിനെ മാത്രമായിരിക്കും എന്ന് സീത പറഞ്ഞു. എന്ത് മനസ്സിലാക്കി നമ്മൾ? എത്ര നല്ലവരാണെങ്കിലും ചിലപ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാ അതിരുകളും കടന്ന് അപ്പുറത്തേക്ക് പോയി എന്ന് വരും. എന്താ ലക്ഷ്മണൻ ഇതിനെക്കുറിച്ച് രാമനോട് പറഞ്ഞറിയോ? രാമൻ ചോദിച്ചു, സീതയെ ഒറ്റയ്ക്ക് നിർത്തി വന്നോ ലക്ഷ്മണാന്ന്? ഒറ്റയ്ക്ക് നിർത്തി വന്നു. എന്തുകൊണ്ടത് ചെയ്തു? അവളെയും കൂട്ടി വരായിരുന്നില്ലേ ലക്ഷ്മണ? പറ്റിപ്പോയി, മറന്നുപോയി. സീതാദേവി ഉപയോഗിച്ച വാക്കുകൾ കേട്ടപ്പോ കൂർത്തും മൂർത്ത കാരിരുമ്പ് ചുട്ടു പഴുപ്പിച്ച് ചെവിയിൽ കുത്തിയ മാതിരിയുള്ള വേദനയായിരുന്നു. പിന്നെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല. അർത്ഥം മനസ്സിലായി? കൂർത്തു മൂർത്ത കാരിരുമ്പ് തീയിൽ പഴുപ്പിച്ച് ചെവിയിൽ കുത്തിയ വേദനയായിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ച് നിന്നില്ല.
എന്താ മനസ്സിലാക്കേണ്ടത്? എത്ര വലിയ വ്യക്തിയാണെങ്കിലും നല്ലവരാണെങ്കിലും അവരുപയോഗിക്കുന്ന വാക്കുകൾ എപ്പോഴും ഷാർപ്പാകണമെന്നുമില്ല, പൊളൈറ്റ് ആകണമെന്നുമില്ല. കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി പഠിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഞാൻ ആത്മീയത പറഞ്ഞോ? എന്തിനാ ഈ ആത്മീയത പറഞ്ഞോന്ന് ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ചോദിക്കണം. എന്തിനാ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, വാൽമീകി രാമായണം വായിച്ച് തീരുന്നത് വരെ വേണമെങ്കിൽ ആത്മീയത ഒന്ന് മാറ്റിവെക്കാം, എന്നിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ എടുക്കണം. അതെങ്ങനെയാ സാധിക്കുക സാറേ? ഇന്ന് ഉച്ചയ്ക്ക് ഒരു അമ്പലത്തിൽ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് കയ്യൊക്കെ കഴുകി ഇറങ്ങാൻ സമയത്താണ് പായസം തന്നത്, ഒരു ഗ്ലാസ്സിൽ പായസം തന്നത്. ആ പായസം ഊണിൻ്റെ കൂട്ടത്തിൽ തന്നൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? പിന്നെ കൊടുത്താൽ മതി എന്ന് അവർ വിചാരിച്ചു. അത് തന്നെ, ഇലയിൽ വിളമ്പിയില്ല. അതേപോലെ പായസം വേറെ വെച്ച് ഊണ് കഴിഞ്ഞ് കഴിച്ചതുപോലെ ഈ ആത്മീയത വേറെ വെച്ച് രാമായണം വായിച്ചതിന് ശേഷം പിന്നെ ആത്മീയത ഇടയ്ക്കെടുക്കുക. ചോറ് പോയ സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കും പായസവും പോവുക, വേറെ സ്ഥലത്തേക്ക് പോവില്ല. അപ്പം പിന്നെ ആത്മീയതയും രാമായണത്തിൻ്റെ കൂട്ടത്തിൽ പിന്നീട് ചേർന്നോളും. പക്ഷേ ആ രാമായണം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ വിവരിച്ചാൽ എന്താ സംഭവിക്കുക? ഒന്നോ രണ്ടോ പേരെ കോട്ടുവായ വിടുള്ളൂ, കൂടുതൽ ആൾക്കാർ കോട്ടുവായ വിടില്ല. അർത്ഥം മനസ്സിലായി? ഇത്രയും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണതേ. സാമാന്യം തറക്കേടില്ലാത്ത പ്രായമൊക്കെ ആയവരാണ്. രാമായണം കേൾക്കുമ്പോൾ നല്ല തണുപ്പ, തലയുടെ മുകളിൽ ഫാനുണ്ട്, കുറച്ചൊക്കെ ഉറക്കം വരിക എന്നുള്ളത് മനുഷ്യ സഹജമല്ല. എന്നിട്ടും നിങ്ങൾ ഉറങ്ങിയില്ല. എന്താ കാരണം? ഞാൻ ക്ലാസ് എടുത്തത് കൊണ്ടല്ല, മറിച്ച് ഇങ്ങനെ രാമായണം ഒന്ന് വിശദീകരിക്കാൻ ഭാര്യാഭർത്തൃബന്ധം, സഹോദര ബന്ധം, മാതൃപിതൃപുത്ര ബന്ധം, സഖി സഖാവ് ബന്ധം, ഇതെല്ലാം ചേർത്ത് ഒന്ന് അനലൈസ് ചെയ്താൽ നന്മകൾ എടുക്കേണ്ടത് എവിടെ നിന്നെല്ലാമാണ്, തിന്മകൾ കളയേണ്ടത് എവിടെ നിന്നെല്ലാമാണെന്ന് സന്ദേശങ്ങൾ കേൾക്കണം, അനുഭവങ്ങൾ കേൾക്കണം, ജീവിത കഥകൾ കേൾക്കണം എന്ന് പറഞ്ഞ നിങ്ങൾക്ക് രാമായണത്തിലെ ജീവിതാനുഭവങ്ങൾ കേട്ട് നിങ്ങൾ ഈ ഭൂമിയിൽ പെർമനൻ്റ് അല്ല എന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. രണ്ട് കാര്യം നിർബന്ധപൂർവം പറയുന്നു. ലവ് ജിഹാദ് എന്നൊരു പുസ്തകം ഒരു ഇതുണ്ട്. ഇൻ്റലിജൻസ് ബ്യൂറോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടാണത്. കേരളത്തിലെ ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിങ്ങളുമായിട്ട് പ്രേമിച്ച് വിവാഹം കഴിച്ച് ബംഗ്ലാദേശിലും മറ്റും വേശ്യകളായി പോകുന്നതിൻ്റെ സംക്ഷിപ്തം ഇൻ്റലിജൻസ് ബ്യൂറോ എഴുതിയതിൻ്റെ സംക്ഷിപ്തവും കുറെ കൂടി ചേർത്ത് സമർപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്നവരോട് ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു, അതിലെ ഓരോ പേപ്പറും എടുത്ത് നിങ്ങളുടെ വീട്ടിലോ ബന്ധുക്കളോ സഹോദരന്മാരുടെയോ വീട്ടിൽ ഒരു കുട്ടിയും ഇതേപോലെ ലവ് ജിഹാദിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. പുറത്ത് നിന്ന് ആരും സഹായിക്കില്ല. അതേപോലെ അസാധാരണമാം വിധത്തിൽ മതപരിവർത്തനം എല്ലായിടത്തും നടക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മതപരിവർത്തനം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ തൊഴുകയ്യോടെ അഭ്യർത്ഥിക്കുന്നു, ആ കുടുംബത്തെ മൊത്തം തിരിച്ചു കൊണ്ടുവരിക. ആ കുടുംബത്തെ മൊത്തം ഒരു നായരുടെ വീട്ടിൽ നിന്നാണ്, നായർ സമുദായത്തിൽപ്പെട്ടവൻ്റെ വീട്ടിൽ നിന്നാണ് ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അപ്പുറത്തേക്ക് പോയതെങ്കിൽ അവരെ നായർ സമുദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ചെയ്യണം. നിങ്ങൾ ഈഴവ സമുദായത്തിലാണെങ്കിൽ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഒരു മിനിറ്റ് വൈകിയാൽ അതിൻ്റെ പരിണത ഫലം ഭയാനകമായിരിക്കും. അടുത്ത കാലത്ത് ഗുരുവായൂരിൽ നിന്നൊരു നമ്പൂതിരി എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മകൾ ഒരു പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയുടെ കൂട്ടത്തിൽ പോകാൻ തയ്യാറായിരിക്കുന്നു, ഗോപാലേഷ ഒന്ന് ഉപദേശിക്കോ? ഞാൻ പറഞ്ഞു, ആ കുട്ടി തിരിച്ചു വരില്ല. ഞാൻ ഉപദേശിച്ചത് കൊണ്ട് തിരിച്ചു വരില്ല. വളർത്തി വലുതാക്കി അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാത്ത കുട്ടി തിരിച്ചു വരില്ല. ചെറുപ്പത്തിലെ നന്മകൾ കൊടുക്കേണ്ടിയിരുന്നു, കൊടുത്തില്ല. അതിൻ്റെ പരിണത ഫലം ലക്ഷ്മണരേഖ വരച്ചില്ല. ആ കുട്ടിക്ക് വേണ്ട നമ്മുടെ പൈതൃകത്തിൻ്റെ അറിവുകൾ കൊടുത്തില്ല. പരിണത ഫലം ക്രിസ്ത്യാനിയുടെ കൂട്ടത്തിൽ പോകുന്നു. എങ്കിലും തിരുമേനി, ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങയോട്, ആ പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയുടെ കഴുത്തിൽ പൂണൂലിട്ട് അവനെ നമ്പൂതിരിയാക്കി തിരിച്ചു കൊണ്ടുവരിക.
ആ തിരുമേനി പറഞ്ഞു, നോക്കാം ഗോപാലകൃഷ്ണ, നോക്കാം. ഞാൻ നിങ്ങളോടും പറയുന്നു, സാധിക്കണം നിങ്ങൾക്ക്. ചങ്കൂറ്റമുള്ള പ്രമാണിമാരിവിടെ ഉണ്ട്. അമ്മമാരോട് പറയുന്നു, നമ്മുടെ മകളോ മകനോ മറ്റൊരു വിവാഹം കഴിച്ച് പുറത്തേക്ക് പോകുമ്പോൾ പടിയടച്ച് പിണ്ണം വെക്കല്ലേ. പടി തുറന്ന് ആ വീട്ടുകാരെ മൊത്തം ഇങ്ങോട്ട് എടുക്കുക. അങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. സംഭവിച്ചു പോയാൽ നിങ്ങളുടെ വായിൽ അന്ത്യത്തിൽ വെള്ളമൊഴിക്കാൻ, വായ്ക്കരിയിടാൻ നിങ്ങളുടെ മകളും മകനും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. അതിനവരെ തിരിച്ചു കൊണ്ടുവരിക. പോയ പയ്യനായാലും മകളായാലും മരുമകനായാലും തിരിച്ചു കൊണ്ടുവരണം. സമുദായ നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കുന്നു, ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നിങ്ങൾ സഹായിക്കണം തിരിച്ചു കൊണ്ടുവരാൻ. NSSലെ പ്രതിനിധികൾ ഇവിടെ ഉണ്ടെങ്കിൽ, SNDP ഉണ്ടെങ്കിൽ, ബ്രാഹ്മണ സഭ ഉണ്ടെങ്കിൽ, ആരെല്ലാം ഇവിടെ ഉണ്ടെങ്കിലും സമുദായം ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ കൂടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കട്ടെ. നിങ്ങളിൽ ആ ധന്യമായ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു വരിയുണ്ട്, ക്രിസ്ത്യാനിയുടെ പേര് നോക്കിയാണ് മുസ്ലിമിൻ്റെ പേര് നോക്കിയാ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏത് പാർട്ടിയിൽപ്പെട്ടവനെയാണെങ്കിലും ജയിപ്പിക്കുന്നത്. രാഷ്ട്രീയം നോക്കിയല്ല. ഹിന്ദുക്കൾ എന്നും രാഷ്ട്രീയം നോക്കിയാ ജയിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 22 മുസ്ലിങ്ങൾ മർക്കട മുഷ്ടിയെടുത്ത് എല്ലാ മുസ്ലിം പെൺകുട്ടികൾക്കും കമ്പ്യൂട്ടർ, എല്ലാ മുസ്ലിം പെൺകുട്ടികൾക്കും കമ്പ്യൂട്ടർ ടേബിള്, എല്ലാ മുസ്ലിം വിധവകൾക്കും വീടുകൾ, 1000 വോളണ്ടിയർമാർ മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ടതെല്ലാം ഗവൺമെന്റിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ, 37 സ്കൂള്, 12 ഡെന്റൽ കോളേജ് ഒറ്റ സമുദായത്തിന്. എന്തുകൊണ്ട് സാധിച്ചു? അവർ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിൽ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിലും മുസ്ലിങ്ങളെ ജയിപ്പിക്കുന്നു. സാധിക്കുമെങ്കിൽ ചിന്തിക്കുക, ഹിന്ദുവിനെ ജയിപ്പിക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടി എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഒരു പാർട്ടിയോടും എനിക്ക് ബന്ധമില്ല. അതേപോലെ അഭ്യർത്ഥിക്കുന്നു, ഒരു നോട്ടീസ് അവിടെ വെച്ചിട്ടുണ്ട്, വേണ്ടവർക്ക് എടുക്കാം. ഹിന്ദു ധർമ്മത്തിലെ 41 പോയിന്റ് 2 ദിവസം കൊണ്ട് പഠിക്കാൻ. ആ 2 ദിവസം കൊണ്ട് 41 പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ ഹിന്ദു ധർമ്മം നിങ്ങൾ പഠിച്ചു. പിന്നെ അഗാധ തലത്തിലേക്ക് പോകണമെങ്കിൽ ഇഷ്ടം മാതിരി കുറെ കൂടി സമയം ചെലവഴിക്കാം. ആ 41 പോയിന്റിൽ മിക്കവാറും എല്ലാം നിങ്ങൾക്കറിയാവുന്നതാ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു മറ്റുള്ളവരെ പഠിപ്പിക്കണം. നിങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. ഈ ഉജ്ജ്വലമായ ക്ഷേത്രത്തിൽ ഉജ്ജ്വലമായി വളരുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഇവിടെ ഇത് കേൾക്കാൻ വന്നിരിക്കുന്നവരോട് പറയുന്നു, ഈ ക്ഷേത്രത്തിലൂടെ എല്ലാ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനം കൊടുക്കണം. നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് മതം മാറി പോകുന്നവർ, അവർ പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. അവർ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ നമ്മൾ എടുക്കാൻ തയ്യാറാണോ? അവർ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ എടുക്കാൻ നമ്മൾ തയ്യാറാണോ? അല്ല, നമ്മൾ ഗേറ്റ് അടയ്ക്കും, നീ ക്രിസ്ത്യാനിയാണെന്ന്. പിന്നെ എങ്ങനെ അവൻ തിരിച്ചു വരും? 37% ഹിന്ദുക്കളെ കേരളത്തിലുള്ളൂ, 51% ഇന്നില്ല. ഇനിയും താഴ്ന്നാൽ ഈ ഹിന്ദുവിൻ്റെ വാക്കിനിവിടെ വിലയില്ല, ഇപ്പം തന്നെ ഇല്ല. ഞാൻ വെറുതെ വികാരത്തിൻ്റെ പുറത്ത് പറഞ്ഞതല്ല, സ്പീഡിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പഠിക്കണം, ധർമ്മം പഠിക്കണം, ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവനാണെങ്കിലും വിരോധമില്ല. ഹിന്ദുവിനെ ജയിപ്പിക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ നാടിൻ്റെ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇമെയിലിൻ്റെ സ്ലിപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇമെയിൽ അഡ്രസ്സ് തന്നവർ വീണ്ടും തരരുത്. കിട്ടാത്തവരുണ്ടെങ്കിൽ, പുതിയതായിട്ട് ഇമെയിൽ ഉണ്ടെങ്കിൽ അതിലെഴുതി തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് കിട്ടും. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അംഗങ്ങളാവാൻ താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് ഫോം ഉണ്ട്. എല്ലാ വർഷവും പുസ്തകം നിങ്ങൾക്ക് വരുന്നുണ്ടാവും. കാറിലിട്ട് 160 മണിക്കൂർ പ്രഭാഷണം കേൾക്കാൻ പെൻ ഡ്രൈവ് പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട്. 600 മണിക്കൂർ സ്പീച്ചും 200 മണിക്കൂർ വേദവും കൂടി ചേർത്ത് 800 മണിക്കൂറുള്ള പെൻ ഡ്രൈവ് അവിടെയുണ്ട്. ലോകത്തിൽ ആരും 800 മണിക്കൂർ പെൻ ഡ്രൈവ് ഇറക്കിയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം കർക്കിടക മാസത്തിൽ മഴ പെയ്യാത്തത്. ഏതായാലും 800 മണിക്കൂറുള്ള പെൻ ഡ്രൈവ് ഉണ്ട്. 100 മണിക്കൂർ സ്പീച്ച് മൊബൈൽ ഫോണിലിട്ട് കേൾക്കാനുള്ള മെമ്മറി കാർഡുണ്ട്. മലയാളം മാത്രമായിട്ടുള്ളതുണ്ട്, ഇംഗ്ലീഷ് മാത്രമായിട്ടുള്ളതുണ്ട്, വേദവും മലയാളവും മാത്രമായിട്ടുള്ളതുണ്ട്. അടുത്ത പ്രാവശ്യം ഇവിടെ പ്രഭാഷണത്തിന് വരുമ്പോൾ 1300 മണിക്കൂർ പ്രഭാഷണമുള്ള പെൻഡ്രൈവ് ഉണ്ടാവും. അടുത്ത ആഴ്ച ഇറങ്ങുന്നുണ്ടാവും. 1300 മണിക്കൂർ പ്രഭാഷണമുള്ള ഒരു പെൻഡ്രൈവ് ലോകത്തിൽ ആരും ഇറക്കാൻ സാധിച്ചിട്ടില്ല. അതെല്ലാം അവിടെ ഉണ്ട്.
അതേപോലെ പുസ്തകങ്ങൾ, പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. 5 വേദങ്ങളും അവിടെയുണ്ട്. പുതിയ 6-7 CD ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. പുതിയ CD വേണമെന്ന് പറഞ്ഞാൽ അത് ലഭിക്കും. ഇത്രയും പറയാൻ കാരണം, ഒന്നിനും കോപ്പി റൈറ്റ് ഇല്ല. എത്ര കോപ്പി എടുത്ത് എത്ര പേർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ അത്രയും കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം അധ്യക്ഷനോടൊരു അഭ്യർത്ഥന. ഈ മഹാദേവ മണ്ഡപം ഉണ്ടാക്കാൻ 1000 രൂപയിലോ 500 രൂപയിലോ കൂടുതൽ ഡൊണേഷൻ തരുന്നവർക്ക് ഒരു വേദം അവർക്ക് പ്രസാദമായിട്ട് കൊടുക്കാൻ. ഏതെങ്കിലും വേദം ഇവിടെ പുറത്ത് മൂവാറ്റുപുഴയിൽ പോയാൽ കോപ്പി ചെയ്ത് തരും. ആ കോപ്പി ചെയ്ത് ഈ അമ്പലത്തിൻ്റെ ശീലും വെച്ച് ആ ഡൊണേഷൻ തരുന്നവർക്ക് വേദം പ്രസാദമായിട്ട് കൊടുക്കുക. എന്നിട്ട് ആ പ്രസാദമായിട്ട് വാങ്ങിച്ചവനോട് പറയുക 10 കോപ്പി എടുത്ത് ഇങ്ങോട്ട് തരാൻ. അപ്പോൾ ഇവിടെ ഇഷ്ടം മാതിരി കോപ്പി ഉണ്ടാവുകയും ചെയ്യും, വരുന്നവർക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ക്രിസ്ത്യാനികളെ പോലെ പെരുമാറണം. മനസ്സിലായി? അങ്ങോട്ട് കൊടുത്തില്ലെങ്കിലും ഇങ്ങോട്ട് വാങ്ങിക്കണം. അതാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. അച്ഛൻ ചെയ്യുന്നതൊക്കെ അത് തന്നെയാണ്. അതുകൊണ്ട് അയാൾക്ക് അച്ഛൻ എന്ന പേര് തന്നെ. മൊത്തം അകത്ത് പാൻറ്റും ഷർട്ടും ഇട്ടിട്ടുണ്ടെങ്കിലും പുറത്ത് ലോഹ ഇടുന്നത്. അപ്പോൾ നമുക്കും കുറേയൊക്കെ അങ്ങനെയൊക്കെ സാധിക്കണം. പഠിപ്പിക്കാനുള്ളത് മൊത്തം പഠിപ്പിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇത് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധന്യമായ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഡിസംബർ 23, 24, 25 തീയതികളിൽ ഞായർ, തിങ്കൾ, ചൊവ്വ 3 ദിവസം ഹോളിഡേ ആണ്. ഡിസംബർ 23, 24, 25 3 ഹോളിഡേ ദിവസം ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട 60 ശ്ലോകങ്ങൾ പൂർണ്ണമായിട്ടും തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ കേന്ദ്രമായ നാഷണൽ ഹെറിറ്റേജ് സെൻറ്ററിൽ ക്ലാസ് ഉണ്ട്. രാവിലെ 6 തൊട്ട് രാത്രി 9 വരെ ക്ലാസ്സാണ്. രാവിലെ 6 തൊട്ട് രാത്രി 9 വരെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അവിടെ താമസിച്ച്, അവിടെ കുളിച്ച്, അവിടെ ഭക്ഷണം കഴിച്ച് 3 ദിവസം ഒരു വർഷത്തിൽ ഇത് പഠിക്കാൻ വേണ്ടി ഭഗവത്ഗീതയിലൂടെ പൈതൃകം മുഴുവനും പഠിക്കാം. ഇത് 3ാമത്തെ സംരംഭമാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആ പഠനത്തിൽ നിങ്ങളെല്ലാവരും വരണം. 3 ദിവസം സാധിച്ചില്ലെങ്കിൽ 2 ദിവസം. ഡിസംബർ 23, 24, 25 ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഫുൾ അഡ്രസ്സ് ഉണ്ട്. പലരും ഇപ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. സുരേന്ദ്രൻ ചേട്ടനും മോഹൻജിയുമുണ്ട്. അവരോട് ചോദിച്ചാലും എല്ലാ ഏരിയയും കിട്ടും. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ യൂസഫ് അലി കേച്ചേരിയുടെ വീടിൻ്റെ അടുത്ത് ഇറങ്ങിയാൽ, കേച്ചേരിയിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, റോഡ് സൈഡിൽ തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. കൂടാതെ യൂട്യൂബിൽ അനവധി പ്രഭാഷണങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എത്ര പേര് കാണുന്നോ വെറുതെ ഓരോരുത്തരും പറയുക, നിങ്ങൾക്കറിയേണ്ട ആവശ്യമുള്ള സകല അറിവുകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 10,800 മണിക്കൂറാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 400-ൽ ശിഷ്ടം മണിക്കൂർ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ഉണ്ട്. മറ്റുള്ളവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കുറേ ഉണ്ട്. അതെല്ലാം കണ്ട് നമ്മുടെ പൈതൃകം പഠിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഭാരതീയ ഗ്രന്ഥങ്ങളെക്കുറിച്ച്, ഭാരതീയ വിചാരധാര എൻ്റെ ഓട്ടോബയോഗ്രഫിയും ഉണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. വോളിയം 1ഉം വോളിയം 2 ഉണ്ട്. ധർമ്മശാസ്ത്രവുമുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനിക്ക് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ തന്നത് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന വലിയൊരു തീസിസിനാണ്. ആ തീസിസ് ഒരു പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സയൻറ്റിഫിക് ഹെറിറ്റേജ്. നല്ല ചങ്കൂറ്റമുള്ളവരെ അത് വാങ്ങിക്കാവൂ. അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കരയും. എന്താ കാരണം? ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം നോക്കിയിട്ടേ വാങ്ങിക്കാവൂ. പറഞ്ഞതുകൊണ്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് വാങ്ങിച്ചേക്കരുത്. ധർമ്മശാസ്ത്രവും അതുപോലെയാണ്. പറഞ്ഞത് കൊണ്ട് വാങ്ങിക്കരുത്. ഒന്ന് മറിച്ച് നോക്കിയിട്ട് വായിച്ചാൽ മനസ്സിലാവുമെന്ന് നോക്കിയതിന് ശേഷം വാങ്ങിക്കുക. എന്നിട്ട് എല്ലാവരെയും കേൾപ്പിക്കുക. ധന്യമായ ഈ ക്ലാസ്സിൽ വന്ന്, ഈ സദസ്സിൽ വന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ ജഗതീശ്വരൻ അനുഗ്രഹിച്ചതിൽ ക്ഷേത്ര ഭാരവാഹികളോട് നിറഞ്ഞ ഹൃദയത്തോടു കൂടി സന്തോഷമുണ്ട്. ആ കെട്ടിടത്തിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോറ് അടുത്ത വർഷം ആഗസ്റ്റ് 15-നുള്ളിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ വലിയ ചിലവൊന്നുമില്ലല്ലോ. എനിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാവരും തന മന ധന കരുത്തേ അർപ്പൺ, മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും നല്ല കഴിവുള്ള ഭാരവാഹികളാണ് ഇവിടെ ഉള്ളത്. അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുക.
പരമാവധി പൈസ ക്രിസ്ത്യാനിയുടെ അടുത്തും മുസ്ലിമിൻ്റെ അടുത്തും വാങ്ങിക്കാം. ഹിന്ദുവിൻ്റെ അടുത്ത് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പരമാവധി അവരുടെ അടുത്ത് വാങ്ങിക്കാം. ഒത്തിരി പൈസയുള്ളവരാണ്, ഇതിന് ചിലവാക്കട്ടെ. പണ്ടവർ ഹിന്ദുക്കളായിരുന്നവരല്ലേ. അപ്പോൾ അവരുടെ അടുത്ത് പൈസയൊന്നും ചോദിക്കരുത്, ഒരു 50 പാക്കറ്റ് സിമൻറ്റ് ചോദിക്കാം, എന്നിട്ട് നേരെ അവിടെ പൈസ കൊടുത്തോളാൻ പറയും. അതേപോലെ 2 ലോഡ് ഇഷ്ടിക അങ്ങനെയൊക്കെ ചോദിച്ചാൽ മതി. പൈസ ഒട്ട് മേടിച്ചിട്ടും ഇല്ല. ഇപ്പം നമുക്ക് അവരെ ചീത്ത പറയാനുള്ള അവകാശം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധന്യമായ ഈ വേളയിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം പ്രണാമം പ്രണാമം. എല്ലാവർക്കും നമസ്കാരം.